നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേര് അരുൺ തഥാഗത്. ഞാൻ ഈ വണ്ടിയിൽ ഇങ്ങനെ ഒരു കുഞ്ഞു സൈക്കിളും എടുത്ത് ലോകം ചുറ്റി സഞ്ചരിക്കുന്നു. 10-27 രാജ്യങ്ങളായി. ഇപ്പോൾ ദുബായിലെത്തിയിരിക്കുന്നു. ഒമാനിൽ നിന്ന് ഇന്നലെ ദുബായിലെത്തിയിരിക്കുന്നു. അപ്പം ഞാനൊരു വലിയൊരു നിർദ്ദേശവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതൊരു ചെറിയൊരു അഭ്യർത്ഥന കൂടിയാണ്. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ ദീർഘദൂര സൈക്കിൾ യാത്ര ആരംഭിച്ചത് കേരളത്തിൽ പ്രത്യേക സൈക്കിൾ പാതകൾ വേണമെന്നുള്ള ഒരു നിർദ്ദേശം വെച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള ഞാനിപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒന്ന്, യൂറോപ്പിലെല്ലാം യൂറോ വെലോ എന്ന് പറഞ്ഞുകൊണ്ട്, യൂറോ വെലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോ ഫ്രഞ്ചിൽ സൈക്കിൾ എന്നാണ്. യൂറോപ്പിലൂടെ എമ്പാടും സൈക്കിളുകളെ ഓരോ രാജ്യങ്ങളെയും കണക്ട് ചെയ്തിട്ട് 10-16 രാജ്യങ്ങളെ കണക്ട് ചെയ്ത് തലങ്ങും വിലങ്ങുമായിട്ടുള്ള 16 സൈക്കിൾ പാതകളുടെ ശൃംഖലയാണ്. നിലവിലെ 70,000 കിലോമീറ്റർ ഉണ്ട്. 70,000 കിലോമീറ്റർ അത് 1,00,000 എത്തിക്കാനാണ് അവർ കൊണ്ടുപിടിച്ച് ശ്രമിക്കണേ. അതുകൊണ്ട് തന്നെ സൈക്ലിങ്ങിനെ ലോകത്തിലെ ഏറ്റവും ഫ്രണ്ട്ലിയാണ് യൂറോപ്പ്. എവിടെ നോക്കിയാലും സൈക്കിൾ പാതകളും സൈക്കിളുകളുടെ മഹാസാഗരങ്ങളാണ് കാണുക. അപ്പൊ അവരുടെ ഒരു ലൈഫിന്റെ ഭാഗം കൂടിയാണത്. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പൊ ഞാൻ നിലവിൽ ഒമാനിൽ നിന്ന് വന്നേക്കണാണ്. ദുബായ് ഓൾറെഡി സഞ്ചരിച്ചു കഴിഞ്ഞ് ദുബായ്, ഷാർജ, അലൈൻ, അബുദാബി എല്ലാം സഞ്ചരിച്ച് ഒമാനിൽ പോയി തിരിച്ചിവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു തോന്നൽ വന്നു, എന്തുകൊണ്ട് ഇതുപോലെ യൂറോപ്പിൽ നിന്ന് GCC രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒമാൻ, മസ്കറ്റ് വരെ ഉണ്ടായെങ്കിൽ എത്ര നന്നായിരിക്കുമെന്ന്. അത് GCC രാജ്യങ്ങളുടെ മുന്നിലേക്ക്, GCC കൗൺസിലിലേക്ക് എനിക്ക് വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം അതാണ്. കാരണം ഇപ്പം നിലവിൽ ഓൾറെഡി തന്നെ യൂറോപ്പ് ഓവർ ടൂറിസത്തിന്റെ വലിയ പ്രശ്നങ്ങളാണ്. പലയിടത്തും ഗ്രൂപ്പ് ടൂറുകളൊന്നും എടുക്കുന്നില്ല, കാരണം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിട്ട്. ആ സ്ഥാനത്ത് നമുക്ക് GCC രാജ്യങ്ങളിലാണെങ്കിൽ, GCC രാജ്യങ്ങളിൽ എല്ലായിടത്തും മലയാളികളുണ്ട്. ഇന്ത്യക്കാർക്ക് എല്ലാ സ്വീകാര്യതയും കിട്ടുന്ന രാജ്യങ്ങളാണ്. അവിടേക്ക് GCC ഇപ്പൊ സൗദിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. യൂറോപ്പിൽ തുർക്കിയിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മുടെ സിറിയ വഴി നേരെ കയറി സൗദി അറേബ്യ വഴി UAE കണക്ട് ചെയ്ത് ഒമാനിലേക്ക് ഒരു പാത, ഡെഡിക്കേറ്റഡ് സൈക്ലിംഗ് പാതയുണ്ടെങ്കിൽ, യൂറോപ്പിലെ ഈ പറഞ്ഞ യൂറോ വെലോ എന്ന് പറയുന്ന പോലെ ഡെഡിക്കേറ്റഡ് ഒരു സൈക്ലിംഗ് പാത്ത് ഉണ്ടെങ്കിൽ യൂറോപ്പിലെ അല്ലെങ്കിൽ ലോകത്തിലെ സഞ്ചാരികളുടെ ഏറ്റവും വലിയ പറുദീസയായി മാറും. അത് സഞ്ചാരികളെല്ലാം വരും, പ്രത്യേകിച്ച് യൂറോപ്പിലെ സമ്പന്നരായിട്ടുള്ള ആളുകൾ. ഇത് ബിയോണ്ട് പെട്രോളിയം GCCക്ക് വലിയ നേട്ടമാണ്. കാരണം പെട്രോളിന്റെ അതിനപ്പുറത്ത് നിൽക്കുന്ന ടൂറിസം സാധ്യതകളെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന ഇടമാണ്. കാരണം GCC ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ വലിയ സംസ്കാരങ്ങളുള്ള, പാരമ്പര്യമുള്ള, ചരിത്രമുള്ള ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഇവിടെ എല്ലാം സഞ്ചരിക്കാൻ ഇഷ്ടമാണ്. ഒപ്പം ഇതെല്ലാം വളരെ വളരെ സേഫ് രാജ്യങ്ങൾ കൂടിയാണ്. അപ്പൊ നമുക്ക് തുർക്കിയിൽ നിന്ന് ഇപ്പൊ സിറിയയിലെ തർക്കങ്ങളെല്ലാം തീർന്നു. സിറിയ ഏതാണ്ട് സമാധാനത്തിന്റെ പാതയിലാണ്. അപ്പൊ തുർക്കിയിൽ നിന്ന് നേരെ സിറിയ വഴി സൗദി വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ, നിലവിൽ തന്നെ UAE മുഴുവനും ഇത്തരത്തിൽ എല്ലാ എമിറേറ്റുകളും കണക്ട് ചെയ്ത് പാതകൾ ആരംഭിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UAEക്ക് ഓൾറെഡി ആവശ്യം വരുന്നില്ല. ഒമാൻ നിലവിൽ തന്നെ വളരെ സൈക്കിൾ ഫ്രണ്ട്ലി ആയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെയും പ്രത്യേകിച്ച് അധിക ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യം വരുന്നില്ല. പോരാത്തതിന് 2034 FIFA വേൾഡ് കപ്പിന് വേണ്ടിയിട്ട്, ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് സൗദി ഒരുങ്ങുകയാണ്. അപ്പൊ ആ ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് സൗദി ഇതുകൂടി ചെയ്യുകയാണെങ്കിൽ, സൗദി വഴി കണക്ട് ചെയ്ത് ഒമാൻ, മസ്കറ്റ്, സലാല വരെ വരികയാണെങ്കിൽ, ആ ഒരു പാതയിലേക്ക് നമ്മുടെ ഖത്തറിന്, നമ്മുടെ ഇവർക്ക് ബഹ്റൈൻ, അതുപോലെ കുവൈറ്റിന് ഒരു കണക്ഷനും കൂടി അവർക്ക് സ്വന്തം ചെയ്യുകയാണെങ്കിൽ അത് ലോകത്തിലെ ടൂറിസത്തിന്റെ കേന്ദ്രമായി മാറുന്ന ഒന്നായി മാറും. ഈ രാജ്യങ്ങൾക്കെല്ലാം നേട്ടമാണ്. അപ്പൊ ഈ ഒരു നിർദ്ദേശം ഞാൻ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. ഇത് ഒമാൻ സർക്കാരിന് തന്നെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പറിൽ വലിയ കവർ സ്റ്റോറി ആയിട്ട് ഇത് വന്നിരുന്നു. അപ്പൊ എനിക്ക് ഇത് GCC കൗൺസിലിന്റെ മുമ്പിലേക്ക് വെക്കണം. അപ്പൊ എനിക്ക് ഇതിനു വേണ്ടിയിട്ട് നമ്മളുടെ GCC രാജ്യങ്ങളുടെ എല്ലാം പാലമായിട്ട് വർത്തിക്കുന്ന പ്രിയപ്പെട്ട യൂസഫ് അലി ഭായിയോട് ഇത് അവരുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട്, ഒരിക്കലും ഞാൻ നേരിട്ട് ചെന്നാൽ എത്തില്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹം മുഖാന്തരം ഇത് എത്തിക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് അബുദാബിയിലെ ലുലു ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ 2 വട്ടം ഈ സൈക്കിൾ എടുത്ത് പോയിരുന്നു. ഒരു തവണ ഞാൻ ചെല്ലുമ്പോൾ യൂസഫ് അലി ഭായി ഇത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ കണ്ടു കാണുമായിരിക്കാം. ഞാൻ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം കാറിൽ വരുന്നത് കണ്ടു. 2 വട്ടം ചെന്നെങ്കിലും സാധിച്ചില്ല. അപ്പൊ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് അദ്ദേഹത്തിലേക്ക് എത്തിക്കണം എന്നൊരു ഇതുണ്ട്. കാരണം ഇതൊരു വലിയ നിർദ്ദേശമാണ്. അതിലുപരി ഇത് ഈ രാജ്യങ്ങൾക്കൊന്നും വലിയ സാമ്പത്തിക ബാധ്യത വരുന്നില്ല. ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അത്രമാത്രം ചെലവ് വരുന്ന ഒന്നല്ല. ഈ പാതയിലേക്ക് വരുന്ന GCC രാജ്യങ്ങളെല്ലാം തന്നെ സമ്പന്നമാണ്. അവർക്ക് നിലവിൽ തന്നെ ബാധ്യതയില്ല. അതിനേക്കാൾ ഉപരി ഈ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്നതിന് ഒരു ചെലവും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ ഇൻപുട്ട് കുറവാണ്, ഔട്ട്പുട്ട് വളരെ അധികമാണ്.
അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നിർദ്ദേശം GCC കൗൺസിൽ തീർച്ചയായും സ്വീകരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ ഈ വിവരം നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ച് ലോകസമാധാനത്തിന് വേണ്ട ഒന്നാണ് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം. അതിന് വലിയൊരു പാതയായി, വലിയൊരു ബ്രിഡ്ജായി ഇത് മാറും ഈ നിർദ്ദേശം എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വാർത്ത, ഈ നിർദ്ദേശം യൂസഫ് അലി ഭായിയിലേക്ക് എത്തിക്കണം എന്ന്, അതുവരെ ഷെയർ ചെയ്യണം എന്ന് ഒരു വിനീതമായ അഭ്യർത്ഥനയോടെ എല്ലാവരോടും നന്ദി. ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമല്ല. ഒന്ന്, ഇതുമായിട്ട് സഞ്ചരിക്കുമ്പോൾ സമയം കിട്ടില്ല. എഡിറ്റിംഗ് എല്ലാം വളരെ ഭഗീരഥ പ്രയത്നമാണ്. പിന്നെ ലോൺ എടുത്താണ് യാത്ര. അതുകൊണ്ടൊക്കെ അതിന്റെ പുറകെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ച് ഈ നിർദ്ദേശം ഒന്ന് എത്തിക്കണം. ഒരു മലയാളിയുടെ നിർദ്ദേശം ലോകത്തിന് മുമ്പിലേക്ക് വലിയൊരു നിർദ്ദേശമായി എത്തുകയാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ഇത് ഇന്ത്യക്കും വളരെ നേട്ടമുള്ള ഒന്നാണ്. കാരണം നമ്മുടെ പഴയ സ്പൈസ് റൂട്ട്, ഏൻഷ്യന്റ് സ്പൈസ് റൂട്ട് ഉണ്ട്, അത് നമ്മൾ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഒമാൻ വരെയാണ്, ഈ പാതയിലൂടെ തന്നെയാണ് വരുന്നത്. അത് ഒമാനിൽ വന്ന് അവസാനിക്കുകയാണ്, പിന്നെ കടൽ മാർഗമാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിനും ഇതുകൊണ്ട് നേട്ടമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെ വരുന്ന സഞ്ചാരികൾ അവിടെ നിന്ന് ഷിപ്പ് ചെയ്ത് നേരെ കോഴിക്കോടേക്കോ ഇന്ത്യയിലേക്കോ എത്തും. അപ്പൊ ഈ നിർദ്ദേശം നിങ്ങൾ പരമാവധി എത്തിക്കുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ അധികാരികളും അറിയട്ടെ, നമ്മുടെ GCC രാജ്യങ്ങളിലുള്ള എല്ലാവരും ഷെയർ ചെയ്യുക. അങ്ങനെ GCC കൗൺസിലിലേക്ക് ഇത് എത്തട്ടെ. എല്ലാവർക്കും നന്ദി, സ്നേഹം. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് വീണ്ടും വഴിയിലൊക്കെ കാണാം. യൂറോപ്പിലും ഗൾഫിലും ഒക്കെ ഇനിയും വഴിത്താരകളിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, സ്നേഹം. അരുൺ തഥാഗതൻ.